അസ്സലാമു അലൈക്കും. ന്യൂഹ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ന് എന്നത്തിതിലേറെ കുറച്ച് വ്യത്യസ്തമായിട്ടാണ് കേട്ടോ. എല്ലാവരും കണ്ടു നോക്കുക. കണ്ടിട്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ലൈക്ക്, ഷെയർ, കമൻറ്റ് ഒക്കെ അങ്ങോട്ട് പോന്നോട്ടെ കേട്ടോ. അപ്പം നമ്മൾ ചവിട്ടിയാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ വെട്ട് കഷ്ണങ്ങൾ, പഴയ കഷ്ണങ്ങൾ, മാക്സിൻ്റെ പഴയ പീസുകൾ, അങ്ങനെ എന്തെങ്കിലും എല്ലാം പറ്റും കേട്ടോ. കളറാണെങ്കിൽ കുറച്ച് നല്ലൊരു ഭംഗി ഉണ്ടാവും. പിന്നെ പുള്ളി ആയാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ രണ്ടും എടുത്തുക്കണം കേട്ടോ. അങ്ങനെ കണ്ടു നോക്കുക. അപ്പോൾ ഞാൻ ഇതിന് ഇതാ ഒരു 2-2.5 ഇഞ്ച് 3 ഇഞ്ച് അങ്ങനെയൊക്കെ വലിപ്പത്തിൽ വീതിക്ക് ഇല്ല കുറേ പീസുകൾ, കുറച്ച് വലിപ്പം കൂടിയതും കുറച്ച് വലിപ്പം കുറഞ്ഞതും, അങ്ങനെ 2 സൈസിലായിട്ടാണ് വെട്ടിയെടുക്കണം. ഈ നീളം കൂടിയ ഭാഗം നമ്മൾ നീളത്തിൽ വെച്ച് കൊടുക്കാനും പിന്നെ ചെറിയത് നമുക്ക് വിലങ്ങനെ വെച്ച് കൊടുക്കാനും. അപ്പം അതിനെ നമുക്ക് ഇനി ഒക്കെ ഒന്ന് മടക്കി അടിച്ചട്ടോ, തുമ്പൊന്നും കാണാത്ത രൂപത്തിൽ. പിന്നെ അതിന് അടിയിൽ വെക്കാലത് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു മാക്സിൻ്റെ കഷ്ണമാണ്. അതിൻ്റെ 2 കഷ്ണം എടുത്തുക്കണം കേട്ടോ, കുറച്ച് കട്ടി കിട്ടാൻ വേണ്ടിയാണ്ട്. അപ്പം ഈ കഷ്ണത്തിന് നമ്മളിങ്ങനെ നമുക്ക് എത്ര കണ്ടാണോ വീതിയും വലിപ്പമൊക്കെ വേണ്ടിയെന്നുണ്ടാ അതിനനുസരിച്ച് എടുക്കുക കേട്ടോ. അത് കുറച്ചൊരു പാകത്തെ ഒരു ചവിട്ടിയാട്ടോ, വലിയ വലിപ്പമൊന്നുമില്ല, എന്നാലും പാകത്തിനുള്ളതാണ് കേട്ടോ. അപ്പം അങ്ങനത്തെ 2 പീസ് എടുത്തിട്ട് ഞാൻ അതിൻ്റെ 4 കരി ആദ്യം ഒന്ന് അടിച്ചിക്കണം കേട്ടോ, തമ്മിൽ വേറിടാതെക്കാൻ. പിന്നെ നമ്മളിങ്ങനെ അതേപോലെ ഞാൻ പറഞ്ഞില്ലേ, നീളത്തിലുള്ള പീസിനെയും അല്ലാത്ത ചെറുതിനെയൊക്കെ ഇങ്ങനെ മടക്കി അടിച്ചു കൊടുത്തിക്കണം കേട്ടോ. ഇതിൻ്റെ തുമ്പ് കാണാത്ത രൂപത്തിലാക്കി അങ്ങനെ അടിച്ചിക്കണം. എന്നിട്ട് നമ്മൾ ആ മാക്സിൻ്റെ തുണിയാണീമേ ഇതൊരു ഭാഗം ഇങ്ങനെ തമ്മിൽ നമ്മൾ തടുക്കൊക്കെ മടയൂലേ, പായ ഉണ്ടാക്കുക, അങ്ങനെ അതേപോലെയൊക്കെ തന്നെ കേട്ടോ. അങ്ങനെ അതിനും വേണ്ടി ഒരരികിൽ ഇങ്ങനെ ഒന്നിങ്ങനെ ആക്കി അടിച്ചു കൊടുത്തിക്കണം. പിന്നെ ഞാൻ അതിൻ്റെ മറ്റേ സൈഡും അങ്ങനെ അടിച്ചു കൊടുത്താൽ നമുക്ക് മുടയാൻ സുഖമാവും. അതിനും വേണ്ടി ഇതേപോലെ തന്നെ കാണില്ലേ, ഇതേപോലെ തന്നെ ഈ സൈഡും ആ താഴെ ഭാഗം അവിടെ അടിച്ചു കൊടുത്തു കേട്ടോ. നമുക്കതൊരു മുറുക്കം കിട്ടും. പിന്നെ അല്ലത് നമുക്കിങ്ങനെ മടഞ്ഞ് എടുത്തിട്ട് ഫുള്ളാക്കിയിട്ട് പിന്നെ അടിച്ചു കൊടുത്താലും മതി. അപ്പം അതിന് വേണ്ടി ആ ഇതാക്കി ഞാൻ ഈ ചെറിയ പീസുകൾ ഓരോന്നാക്കി പല കളറിൽ നമുക്ക് ഇങ്ങനെ നല്ല ഉതിപ്പിലെ കളറൊക്കെ ആണെങ്കിൽ കാണാൻ നല്ല ഭംഗിയൊക്കെ കേട്ടോ. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, ഇതേപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക, നല്ല അടിപൊളിയാണ്. പിന്നെ മഴക്കാലത്ത് ചവിട്ടിയാളില്ല, അവിടെ ഇടാനില്ല ഇവിടെ ഇടാനില്ല എന്നൊന്നും പറയണ്ട. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കിയാൽ നമുക്ക് മഴക്കാലത്തും ഒക്കെ പറ്റും. പിന്നെ കഴുകിടാനും ഒക്കെ പറ്റൂട്ടത്. അതാ ഞാനത് ഓരോന്നും മടഞ്ഞെടുത്തിക്കണേ. ഇങ്ങനെ മടഞ്ഞിട്ട് കണ്ടോ, ഇങ്ങനെയാണ് വന്നിക്കണേ. ഇനി എൻ്റെ ഇവിടെ കുറച്ചും കൂടി ഉള്ളൂ കേട്ടോ മടഞ്ഞെടുക്കാൻ. ഒന്ന് എടുത്തതിൻ്റെ അടിയിൽ വേറൊന്ന്, അങ്ങനെ കേട്ടോ. നമ്മൾ പായ ഉണ്ടാക്കണ പോലെ തന്നെ. അപ്പം അങ്ങനെ അത് ഉണ്ടാക്കി ഇനി ബാക്കിയെല്ലാം കൂടി അവിടെ നിറക്കട്ടെ കേട്ടോ. അപ്പം ഇതാ ഫുള്ളായി. ഇനി ഞാൻ ഈ ചെറിയ ഭാഗം വെച്ച ഭാഗം അടിച്ചു കൊടുത്തിട്ടുണ്ടായില്ല, അപ്പം അതൊന്ന് അടിച്ചു കൊടുക്കട്ടെ കേട്ടോ. നമുക്ക് മുറുക്കി കിട്ടാനാണ്. അപ്പം അങ്ങനെ അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അത് അടിച്ചു. ഇനി നമുക്ക് ഇതിൻ്റെ കരയൊക്കെ ഒന്ന് വെട്ടി കളഞ്ഞിട്ട് കണ്ടോ, 4 അരികും വെട്ടി വൃത്തിയാക്കി. ഇനി നമുക്കിത് ഒന്ന് പൈപ്പിങ് ചെയ്യണം കേട്ടോ. പൈപ്പ് ചെയ്താൽ അതിൻ്റെ ഈ അവിടെ എല്ലാ തുമ്പും കാണൂല. പിന്നെ നമ്മൾ ബാക്ക് മറിച്ചിട്ട് കൊടുത്താൽ ബാക്കിൽ ഒരു തുമ്പോ ഒന്നും കാണൂല കേട്ടോ, വൃത്തിയായിട്ട് തന്നെ നിൽക്കും. അപ്പം അങ്ങനെ അതിൻ്റെ സൈഡും കൂടി ഇതേപോലെ ഒരു പീസ് വെച്ചാണ് ഇങ്ങനെ പുറത്തേക്ക് മറിച്ച് കൊടുത്താൽ ആ കരി നല്ല വൃത്തിയായി കിട്ടും കേട്ടോ. അപ്പം അതും കൂടി എടുത്തിട്ട് വരാം. അപ്പോൾ കണ്ടോ, ഇതേപോലെ വെള്ള ആണ് ഞാൻ അതിൻ്റെ സൈഡിൽ കൂടെ അങ്ങനെ കൊടുത്തത് കേട്ടോ. നല്ലൊരു അടിപൊളിയായിക്കണം കേട്ടോ. കളറൊക്കെ നല്ല രസമുണ്ട് കാണാൻ. പിന്നെ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കുക കേട്ടോ. ഞാൻ ഈ ഉണ്ടാക്കിയ ഈ കഷ്ണങ്ങൾ ബാക്കിയാണ്, കുറച്ച് തുണിയേ വന്നിട്ടുള്ളൂ. അപ്പം ഇങ്ങനെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കുക. ചെറിയ വീഡിയോ ആണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണേ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലൈക്ക്, ഷെയർ, കമൻറ്റ് ഒക്കെ തരിക. അപ്പോൾ നാളെ ഒരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.